ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ബാധ്യതകളില്ലാതെ ലോണില്ലാതെ ഒരു സ്വപ്ന ഭവനം പണിയാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം. ഭവനമില്ലാത്തവർ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക. കുറേ ലെങ്ത് കാണും ഈ വീഡിയോയ്ക്ക്, പക്ഷേ ഗുണകരമായ വീഡിയോ ആയിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ പരാമർശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാകാൻ ഒരിക്കലും നിങ്ങൾക്ക് മോശമല്ലാത്തൊരു വീഡിയോ ആയിരിക്കും ഇത്. വീട് എങ്ങനെ പണിയാം, സ്വപ്ന ഭവനം എങ്ങനെ സാക്ഷാത്കരിക്കാം, ഒരു ബാധ്യതയില്ലാതെ കടബാധ്യതയില്ലാതെ എങ്ങനെ ഭവനം പണിയാം എന്നതിനെ പറ്റിയ വീഡിയോ ആണ് കിട്ടുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഭവനം പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യരുതാത്തത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഒരു ഭവനം നമ്മുടെ സ്വപ്ന ഭവനമാണല്ലോ. അതിനുവേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ആദ്യമേ ഒരുങ്ങേണ്ടതുണ്ട്. ഒരുങ്ങേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ ഒരു പ്ലാൻ വേണം. നമ്മുടെ മനസ്സിൽ ഒരു കുഞ്ഞു പ്ലാൻ ആദ്യം രൂപീകരിക്കുക. ശരാശരി ഒരു മലയാളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 27 വയസ്സിന് ശേഷമായിരിക്കും അവൻ ഒരു വീടിനെ പറ്റിയുള്ള ആഗ്രഹം ഉടലെടുക്കുന്നത്. അതൊരു 30 വയസ്സോടുകൂടിയാണ് പൂർത്തീകരിക്കാൻ തുടങ്ങാനും ആഗ്രഹിച്ചു തുടങ്ങുന്നത്. ആ കാലയളവിൽ സൂക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതിലൂടെ പറയുന്നത്. നമ്മളൊരു സ്വപ്നം കാണും ഒരു വീടിനെ പറ്റി, ചെറിയൊരു വീട്, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന വീട്. ആദ്യമേ തന്നെ നമ്മുടെ സാമ്പത്തികത്തെ പറ്റി മനസ്സിലാക്കുക. നമുക്ക് ഏത് രീതിയിലുള്ള വീടാണ് പണിയാൻ പറ്റുക എന്ന് വിചാരിക്കുക. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക. വീട് ഒരു സ്വപ്നമായിട്ട് തന്നെ കണ്ട് കുറച്ചാൾ സൂക്ഷിക്കുക. സാമ്പത്തികം കയ്യിലുള്ള ആൾക്കാണെങ്കിൽ ഉടനടി വീട് പണിയാം. എന്നാൽ എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അവരുടെ പണം കാണുകയല്ല. ആ പണം കാണാതെ വരുമ്പോൾ അവരതിനു വേണ്ടി ഒന്ന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം തൊട്ട് 10 വർഷം വരെ കാലയളവ് നമ്മൾ വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. സാമ്പത്തികമുള്ളവർക്ക് അന്ന് തന്നെ പണിയാം. ഞാൻ സാധാരണക്കാരെ പറ്റിയാണ് പറയുന്നത്. അവർ സ്വപ്നം കാണുന്ന വീട് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പെടുക്കുന്നു. ആ തയ്യാറെടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇനി ഇതിൽ കൂടി പറയാൻ പോകുന്നത്. സ്വന്തമായി വീടില്ലാത്തവരായ സ്ഥിതിക്ക് നമ്മൾ സ്വന്തമായിട്ട് വീടില്ലാത്തവരാകുമ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യമേ പ്ലാനിങ് കഴിഞ്ഞു, ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ചെറിയ വീട്, ഏറ്റവും ചെറിയ വീട് വാടകയ്ക്ക് എടുക്കാൻ ശ്രമിക്കുക. വാടകയ്ക്കെടുത്ത് ആ വാടക വീട്ടിൽ നമ്മൾ ചെറിയ വാടക എന്ന് പറഞ്ഞാൽ വാടകയുടെ ഒരു കാര്യം പറഞ്ഞാൽ വാടകയുടെ കൂടെ തന്നെ പറയുന്നു ഒറ്റി ആയിരിക്കും ഏറ്റവും നല്ല. ഒറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടയംകാരാണ്. ഒറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു അഡ്വാൻസ് പൈസ ആ വാടകയുടെ ഉടമസ്ഥന് വീട്ടുകാരന് കൊടുക്കുന്നു. ആ വീട്ടുകാരൻ ആ പൈസ സൂക്ഷിക്കുന്നു. എന്നപ്പോൾ വാടകയില്ല. അപ്പം നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കുന്ന പോലെ ആ എമൗണ്ട് അവിടെ കിടക്കുകയും ചെയ്യും. വാടക ഇല്ലതാനും. വാടക ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് അവിടെ താമസിക്കാം. നമ്മുടെ പുതിയ വീടിനെ പറ്റി പ്ലാൻ ചെയ്യാം. കുറേ കാലങ്ങൾ, അതായത് 4-5 കൊല്ലം കൊണ്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റാണ് ഏറ്റവും വലിയ ഘടകം. നമ്മൾ വലിയ ആഗ്രഹത്തിലോട്ട് പോലും വലിയ ബഡ്ജറ്റുകൾ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ചെറിയ വീട് വാടകയ്ക്ക് എടുക്കാൻ ശ്രമിച്ച് താമസിക്കുക. ആ വീടിൻ്റെ പരിമിതമായ ആവശ്യങ്ങളാണ്, പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള ഒരു വാടക വീട് എടുക്കുക. വാടക വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒറ്റി എപ്പോഴും ഉള്ള അത്യാവശ്യമായ കാര്യമാണ്. ഒറ്റിയുള്ള വീട് നോക്കാൻ എടുക്കുക. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ സ്വന്തം കാര്യം പറയാം. എൻ്റെ സ്വന്തം കാര്യമാണല്ലോ എന്ന് നിങ്ങളോട് മിങ്കിൾ ചെയ്യുന്നത്. ഞാനൊരു ചെറിയ വീട്ടിൽ ഒരു 10 കൊല്ലത്തോളം ഈ വീടെന്നുള്ള ആഗ്രഹത്തിൽ താമസിച്ച്, ഇവിടെയല്ല വേറൊരു സ്ഥലത്തൊരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് മനസ്സിൽ പ്ലാൻ ചെയ്ത് 10 കൊല്ലം എടുത്തു എൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ബാധ്യതകളില്ലാതെ ലോൺ ഇല്ലാതെയാണ് ഞാൻ എൻ്റെ ഈ കാണുന്ന ഭവനം പണിതേക്കുന്നത്. ഇതെങ്ങനെയാണ് പണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരു ശകലം പോലും കാണാൻ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊരു ഭവനം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ, സാമ്പത്തിക ബാധ്യതയില്ലാത്ത ഭവനം നിർമ്മിക്കാം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അത് ആരോടും പറയാതെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച് കുറേ കാലം നിങ്ങൾ ആ മനസ്സിൽ അത് ഓമനിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, നമുക്ക് ബാധ്യതയില്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ ഓർക്കുക. നമ്മുടെ അയൽവാസിയുടെയോ നമ്മുടെ സുഹൃത്തിൻ്റെയോ നമ്മുടെ നാട്ടിലുള്ളവരെയോ നമ്മുടെ ബന്ധുക്കളുടെയോ വലിയ വീടുകൾ കണ്ട് അതിനോട് യോജിക്കുന്ന വീട് എനിക്ക് വെക്കണം എന്ന ധാരണയിൽ നമ്മൾ വീട് വെക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് നമുക്ക് സാമ്പത്തികമില്ലാത്തവരാണെങ്കിൽ വലിയ പരാജയത്തിലോട്ടാകും. ഒരുപാട് ആൾക്കാർ നമ്മൾ ഉപദേശിക്കാൻ കാണും. നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും അയൽവാസികളും കൂട്ടുകാരും ഒക്കെ നമ്മളെ ഉപദേശിക്കും. നമ്മുടെ ഭാര്യ, നമ്മുടെ അമ്മ, നമ്മുടെ അപ്പൻ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും നമ്മളോട് പറയും ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു. അവർ പറയുന്നൊന്നും ഈ സാമ്പത്തികം പ്രശ്നം വരുമ്പോൾ അവർ നമ്മുടെ കൂടെ കാണുകയില്ല. അപ്പോൾ ആരാണോ ഭവനം പണിയുന്നത് അവർ തന്നെ ഡിസൈഡ് ചെയ്യുക എൻ്റെ കപ്പാസിറ്റി എന്താണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്നെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കാം, അവിടെ തന്നെ വെച്ചുകൊണ്ട് തന്നെ ഒരു 5 കൊല്ലം 10 കൊല്ലം പീരീഡ് എടുത്താൽ മാത്രമേ ഉള്ളൂ ഈ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ലോൺ ഇല്ലാതെ ഭവനം പണിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഒരു ഗുണകരമായ വീട്, സമാധാനപരമായി കിടന്നുറങ്ങാനുള്ള വീടുണ്ടാകും. നമ്മുടെ വീടെന്നുള്ള സ്വപ്നം തന്നെ ശാന്തിയും സമാധാനത്തോടും കിടന്നുറങ്ങാനാണ്. നമ്മൾ കടബാധ്യത വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് സമാധാനം ഉണ്ടാകുകയില്ല, സന്തോഷം ഉണ്ടാകുകയില്ല. നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നമ്മളെ തള്ളിപ്പറയും ഒരു ബാധ്യത വരുമ്പം. ആ തള്ളിപ്പറയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തുടർന്ന് കാണുക. കഴിയുമെങ്കിൽ നമ്മുടെ വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളോട് മാത്രം നമ്മൾ ഭവനം വെക്കുന്ന കാര്യം. സുഹൃത്തുക്കൾ മീൻസ് നമുക്ക് അത്ര കണ്ട് 100% വിശ്വസിക്കാം. അപ്പം അത് പുറത്ത് പറയില്ല എന്ന് പറയുന്ന ആളോട് മാത്രം നമ്മുടെ ഭവനത്തിൻ്റെ കാര്യങ്ങൾ പറയുക.
അല്ലാത്തൊരു ഒരു കാരണവശാലും പറയാം നമ്മളൊരു ഭവനം വെച്ച് അതിന് കയറി താമസമാകും മാത്രം ഈ ബന്ധുക്കളോടോ സ്വന്തക്കാരോടോ സുഹൃത്തുക്കളോടോ വേണ്ടപ്പെട്ടവരോടോ പറഞ്ഞാൽ മതി. അതിനൊന്നും അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നെഗറ്റീവുകൾ കിട്ടുള്ളൂ, പോസിറ്റീവുകൾ കിട്ടത്തില്ല. അവരുടെ വീടിനേക്കാളും വലിയ വീടാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവൻ ശത്രുതാ മനസ്സുകളിൽ നമ്മളെ കാണുകയുള്ളൂ. നമ്മൾ ഒരു സ്നേഹത്തിലും കാണുകയുള്ളൂ. നമുക്ക് എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം ആ രീതിയിൽ ഉപദ്രവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു ഭവനം വെക്കുമ്പോൾ എപ്പോഴും നമ്മുടെയാണ് ഭവനം എന്നറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഭവനത്തിൻ്റെ കയറി താമസം ആ ദിവസങ്ങളിൽ മാത്രം, അതിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ മാത്രം അവരെ അറിയിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞാൽ മതി. നമ്മൾ പൂർണ്ണമായിട്ടും പ്ലാൻ ചെയ്യുക. നമ്മുടെ പ്ലാനാണ് ഏറ്റവും വലുത്. നമ്മുടെ പ്ലാനിനെ പകരമായിട്ട് മറ്റാരും ഒരു പ്ലാനും നിലനിൽക്കുകയില്ലെന്നാണ് എനിക്കിവിടെ പറയുന്നത്. വീണ്ടും പറയുന്നു, നമ്മുടെ ഭവനം നമ്മുടെ മാത്രമാണെന്നുള്ള ആഗ്രഹം വേണം. സമാധാനത്തോടെ കിടക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭവനം പണിയുന്നത്. അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ എപ്പോഴും നമ്മൾ മാത്രമായിരിക്കും അവർ ഏറ്റവും മുൻപന്തി നിൽക്കുക. ആരുടെ അഭിപ്രായം കേട്ട് അതിന് പോകരുത്. ഭാര്യ പറയാം, മക്കൾ പറയാം, അപ്പം പറയാം, സഹോദരൻ പറയാം, സഹോദരി പറയാം, ബന്ധുമുത്താത്തി പറയാം, അയൽവാസികൾ പറയാം, സുഹൃത്തുക്കൾ പറയാം, പല അഭിപ്രായങ്ങളും. ഈ അഭിപ്രായങ്ങളൊന്നും കേട്ട് നിങ്ങൾ പോകരുത്. അങ്ങനെ വന്നാൽ നാളെ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു തകർച്ച വന്നു കഴിഞ്ഞാൽ അവരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തുകയുള്ളൂ. പഴമക്കാർ പറയുന്ന പോലെ നന്മകളും എല്ലാ നേട്ടങ്ങളും ഐശ്വര്യവും വരുമ്പോഴെല്ലാം അവരോ അവരുടെ ബന്ധുക്കളോ അവരുടെ ദൈവമോ കൂടെ കാണും. തകർച്ച വരുമ്പം, ഭവനത്തിൻ്റെ കാര്യത്തിൽ തകർച്ച വരുമ്പോൾ ആരാണോ അതിനു വേണ്ടി മുൻപിട്ടിറങ്ങിയ, ആരാണോ പോണത് അവരുടെ തലയിലിരിക്കും. അതുകൊണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെ സ്വന്തക്കാരുടെയും അഭിപ്രായം കേട്ടുകൊണ്ടിരുന്നാൽ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും, ഓരോ പ്ലാൻ മാറിക്കൊണ്ടിരിക്കും, ഓരോ രീതികൾ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യം, നിങ്ങൾക്ക് എന്താണോ ഭവനത്തെപ്പറ്റി ആഗ്രഹം, എത്ര മുറി വേണം, എത്ര ബെഡ്റൂം വേണം, എത്ര ബാത്റൂം വേണം, എത്ര ഹാള് വേണം, ലിവിങ് റൂം വേണം, കിച്ചൺ വേണം, വർക്ക് ഏരിയ വേണം, കാർ പോർച്ച് വേണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾ തന്നെ നേരത്തെ തീരുമാനിക്കുകയോ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയോ കുറേ കാലങ്ങൾ കുറേ വീടുകൾ കണ്ടുവെക്കുക. ഏറ്റവും നല്ല വീടും ഏറ്റവും ചെറിയ ബഡ്ജറ്റ്, നമ്മുടെ ബഡ്ജറ്റ് ഏതാണോ ആ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന വീട്ടിലോട്ട് നമ്മൾ തയ്യാറാക്കാം. നമ്മൾ ഭവനം പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ആ ഉദ്ദേശിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മളൊരു പ്ലാൻ കൃത്യമായിട്ട് വരച്ചുണ്ടാക്കുക. ആ വരയ്ക്കുന്നുണ്ടാക്കുന്ന പ്ലാനിൻ്റെ അകത്ത് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, ഭവനത്തിൻ്റെ അകത്ത് വരുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ് ആവശ്യം, ഈവൻ പൂന്തോട്ടം, ഗേറ്റ്, ബാക്കിയുള്ള സംഗതികൾ, വയറിങ്, പ്ലംബിങ്, സീലിങ്, കർട്ടൻ വർക്കുകൾ, ജനലിൻ്റെ വർക്കുകൾ, അങ്ങനെ A to Z കാര്യത്തെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാനിൽ വരുന്ന കോഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുക. ആ പ്ലാനിൻ്റെ അകത്ത് ഈ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ മാറ്റം വരുത്താവോ അങ്ങനെ ആ സമയത്ത് മാറ്റം വരുത്തുക. അതിനുശേഷം ആര് പറഞ്ഞാലും ഒരു മാറ്റം വരുത്താത്ത രീതിയിലേക്ക് നമ്മൾ കുറച്ച് നാളത്തെ കൊണ്ട് പഠിച്ചെടുക്കും. ഇനിയാണ് ഭവന നിർമ്മാണത്തിനെ പറ്റിയുള്ള മൂലധനം എവിടെ നിന്ന് സംഭരിക്കാം, എങ്ങനെയാണ് മൂലധനത്തിനെ പറ്റി കണ്ടെത്തേണ്ടതെന്ന് പറയുക. നമ്മളൊരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ നമുക്കൊരു സ്ഥിര വരുമാനമുണ്ട്. ആ വരുമാനത്തിൽ നമുക്കൊരു ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു ഭവനം പഠിക്കാൻ സാധിക്കും. എന്നാൽ ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആളോ സ്ഥിര ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ അത് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ അവരുടേതായ എല്ലാ കടമകളും നമുക്ക് നഷ്ടം വരുന്ന ഒരു കാര്യമുണ്ടാകും. അതുപോലെ തന്നെയാണ് ബിസിനസ് മേഖലയുള്ളവരും വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികളെ സംബന്ധിച്ചും അവർക്കും ഈ പറഞ്ഞ അവസ്ഥകളാണ്. വിദേശത്തെ ജോലി എപ്പം വേണേലും പോകാം, ബിസിനസ്സിൻ്റെ അകത്തൊരു ഡൗൺ വരാം. ഈ സാഹചര്യത്തിൽ നമ്മളൊരു സ്വപ്ന ഭവനം എന്ന് പറയുന്നത് നമ്മൾ അതിഗംഭീരമായ ഒരു ഭവനം പണിത് കഴിഞ്ഞാൽ നമ്മുടെ തകർച്ചകൾ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ നമുക്ക് വിദേശത്തെ ജോലി പോയി നമ്മൾ നാട്ടിൽ വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായി, അങ്ങനെയൊക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം തകർന്നു പോകും. നമ്മളെ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും കൂടുതൽ. ആ ഒരു കാര്യം ഈ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വരെ നിങ്ങൾക്കൊരു ഭവനമില്ലാത്ത ഒരു ദിവസ വരുമാനക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ദിവസം 1000 രൂപ വരുമാനമുള്ളെങ്കിൽ 250 രൂപ നിങ്ങളുടെ ഒരു സമ്പാദ്യമായിട്ട് മാറ്റിവെക്കുക. 250 രൂപ നിങ്ങളുടെ ലോൺ ഇനത്തിലേക്ക് മാറ്റുക. 500 രൂപയായിരിക്കണം നിങ്ങളുടെ ബാക്കിയുള്ള ചെലവുകൾക്ക് കാണേണ്ടത്. അതായത് നമ്മുടെ സമ്പാദ്യമായിട്ടൊരു തുക വേണം. 250 രൂപ നമ്മൾ വെക്കുന്ന ലോൺ ഈ ബാധ്യത ഏതിലേലും വരികയാണെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കുക. 500 രൂപ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ ഒരു സാധാരണക്കാരൻ ഇങ്ങനെ പ്ലാൻ ആദ്യമേ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങണമെന്നാണ് ആദ്യമേ പറയാനുള്ളത്. തുടർന്ന് പറയാം. ഇനി നിങ്ങൾ ഒരു ലോൺ എടുത്ത് വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ കഴിവതും അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. അതൊരു രീതിയിലും നമുക്ക് അയോജ്യമായ ഒരു കാര്യമായിട്ട് എനിക്ക് കാണാൻ സാധിക്കില്ല. ലോൺ എപ്പോഴും കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. അത് സ്ഥിര വരുമാനമുള്ളവർക്കേ ലോൺ കൊടുക്കത്തുള്ളൂ. അവർ ബാങ്കുകൾ ഒരുപാട് കാര്യങ്ങൾ നോക്കും. അപ്പം അങ്ങനെ നിങ്ങളോട് ചോദിക്കുക, അപ്പം ലോൺ എടുത്ത് വീട് വെക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്ന്. ഒരു പരിധി വരെ ലോൺ എടുത്ത് വീട് വെക്കുന്നവർ മണ്ടന്മാർ തന്നെയാണ്. കാരണം അതിൻ്റെ അടവ്, അതിൻ്റെ ബാധ്യതകൾ, അതിൻ്റെ പ്രശ്നം, അതുകൊണ്ടുണ്ടാകുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മുടെ സമാധാനക്കേടുകളെല്ലാം ഈ ലോൺ മുഖാന്തരമാണ്. 20, 30, 40 കൊല്ലത്തേക്ക് ഒരു ഭവന ലോൺ കിട്ടണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ചെയ്തിട്ടാണ് ബാങ്ക് ആ ലോൺ തരുന്നത്. ആ ലോൺ നമ്മൾ ചാടിക്കേറിയെടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ ഭയങ്കര ഭീകരമായിരിക്കും. ലോൺ നാഷണലൈസ് ബാങ്കുകളിൽ നിന്ന് കിട്ടണമെങ്കിൽ
ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം സിബിൽ സ്കോർ എന്നുള്ളതാണ്. സിബിൽ സ്കോറിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും എൻ്റെ സുനിൽ ലവ് ട്രാവലിംഗ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി കാണുക. അതിനകത്തുള്ള ഗുണഗണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിബിൽ സ്കോർ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, സിബിൽ സ്കോർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്നും അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷവശങ്ങളും ആ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. എന്നിരുന്നാലും ബാങ്കുകളെ സംബന്ധിച്ച് നാഷണലൈസ് ഞാൻ എപ്പോഴും ആദ്യമേ പറയാൻ ഉദ്ദേശിച്ച നാഷണലൈസ് ബാങ്കുകളിൽ നിന്ന് തന്നെ ഒരു വർഷം ലോൺ എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു ബാങ്കിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കരുത്. അതെല്ലാം അതിനേക്കാൾ ഭയങ്കര പലിശയാകും. നിങ്ങൾക്ക് ഒരു ജോലി താങ്ങാൻ പറ്റത്തില്ല. നാഷണലൈസ് ബാങ്കുകളെ സംബന്ധിച്ച് അവർക്ക് ലോൺ തന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടവ് അത്യന്താപേക്ഷമാണ്. ഒരു ബാങ്കിൻ്റെ നിലനിൽപ്പ് തന്നെ ലോണാണ്. ആ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ആ ബാങ്ക് നഷ്ടത്തിലായി പോകും. അതുകൊണ്ട് ബാങ്കുകൾ എപ്പോഴും അവരുടെ മെജോറിറ്റി നോക്കിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ലോൺ ഭവന വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ അതിൽ നിന്ന് ഇൻകം എന്തുണ്ടെന്നുള്ള ബാങ്ക് നോക്കും. കൂടാതെ നിങ്ങളുടെ ആധാരം, മുന്നാധാരം, അതുപോലെ തന്നെ എന്തെല്ലാം ബാങ്കിന് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം വാങ്ങിച്ച ശേഷമേ ബാങ്ക് ലോൺ തരുള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും കുടിശ്ശിക വരുമോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും മുടക്കം വന്നാൽ ഈ ഭവന വായ്പയുടെ കാര്യത്തിന് അത് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഡീമിനിഷിംഗ് ആയിട്ട് ഫ്ലാറ്റായിട്ട് വരുന്ന ലോണുകളൊക്കെ തന്നെ നമ്മൾ കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുതൽ അവിടെ കാണത്തില്ല. പലിശ തന്നെ അടച്ചടച്ച് നമുക്ക് ഒരു കാരണവശാലും ഇതിൽ മോചനമില്ലാതെയാവും. അപ്പം മോചനമില്ലാത്ത അവസ്ഥ മാറി നിങ്ങൾക്ക് ലോൺ ഇല്ലാത്ത കാര്യത്തിലോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് തുടർന്ന് പറയാൻ പോകുന്നത്. വ്യക്തമായി കേൾക്കും. ഇനിയാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം പറയാൻ പോകുന്നത്. നിങ്ങളോട് ഞാൻ ഈ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ പോലെ സ്വപ്ന ഭവനം എങ്ങനെ ബാധ്യതയില്ലാതെ പണിയാം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത്. നമ്മൾ ഭവനം പണിയാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാലം മുതൽ നമ്മൾ ഭവനം പണി തുടങ്ങുന്നിടം വരെയുള്ള കാലയളവിൽ നമ്മളൊരു ചിട്ടി കൂടാൻ ശ്രമിക്കുക. ചിട്ടി കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാരണ വിശ്വസനീയമായ ചിട്ടികൾ നടത്തുന്ന വ്യക്തികൾ കാണും. ആ വ്യക്തികളിലോട്ട് നമുക്ക് പറ്റുന്ന രീതി, നമ്മുടെ പ്ലാൻ ചെയ്തേക്കുന്ന രീതിയിലുള്ള ഒരു ചിട്ടി കൂടുക. അതല്ലെങ്കിൽ നമ്മുടെ സഹകരണ ബാങ്കുകളുണ്ട്, അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളുണ്ട്, അല്ലെങ്കിൽ KSF പോലത്തെ ചിട്ടികളുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി നമ്മൾ ചിട്ടിയായിട്ട് തുടങ്ങുക. ചിട്ടി തുടങ്ങുന്നതിന് പിറ്റേ ദിവസം പിടിച്ചുകൊണ്ട് വീട് വെക്കാമെന്ന് വിചാരിക്കരുത്, നടക്കുകയില്ല. നമ്മുടെ പ്ലാനിങ്ങിലുള്ള സമയം കേട്ടിട്ട് നമ്മൾ എന്നാണ് തുടങ്ങാൻ കിടക്കുന്ന കാലയളവ് വരെ അതിനുവേണ്ടി ആഗ്രഹിക്കണം, അതുപോലെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിട്ടി നമ്മൾ വട്ടം എത്തി പിടിക്കുകയോ അല്ലെങ്കിൽ ലേലത്തിൽ പിടിക്കുകയോ ചെയ്തിട്ട് അതാത് ബാങ്കുകളിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടിയ പലിശയ്ക്ക് എവിടെയെങ്കിലും കൊണ്ട് FD ഇടുക. FD ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണോ വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആ വീട് പണി തുടങ്ങുന്ന സമയം വരെ അത് FD കിടക്കുകയാണെങ്കിൽ ആ തുക, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ നമ്മുടെ സഹകരണ ബാങ്കുകളിലൊക്കെ 5 വർഷം 6 വർഷം കഴിഞ്ഞാൽ അത് ഇരട്ടിയോളം ആകുന്ന കാലയളവുണ്ട്. അതാകുമ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം തുക നമുക്ക് കിട്ടുകയും ഇതെല്ലാം വ്യക്തിപരമായിട്ട് കൂടുകയാണ്. ആ വ്യക്തികളുടെ അവരെ കമ്മീഷൻ മാത്രം എടുത്തിട്ട് അവർക്ക് ആ ചിട്ടി നടത്തി പൊട്ടിക്കൊണ്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകുന്നവരായിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്നവരോട് ചിട്ടി കൂടിയിട്ട് അവരുടെ ആ ചിട്ടി പിടിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഏറ്റവും കൂടുതൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന ബാങ്ക്, ഞാൻ മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെയൊന്നും പോകുന്നത് ഞാൻ പറയത്തില്ല, അതൊക്കെ 2 കൈ വിട്ടുള്ള കളികളാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് വിശ്വസനീയമായ ബാങ്കുകളിലോ വിശ്വസനീയ പ്രസ്ഥാനങ്ങളോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഇരട്ടിയാകുന്ന രീതി അല്ലെങ്കിൽ നല്ല പലിശ കിട്ടുന്ന രീതിയിലോട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ ഗ്യാരണ്ടിയോടെ പറയാം, 1 രൂപ ലോൺ ഇല്ലാതെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സമാധാനത്തോട് കിടന്നുറങ്ങാൻ പറ്റുന്ന സുന്ദര ഭവൻ നിങ്ങൾക്ക് പണിയാൻ സാധിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അതുകൊണ്ട് ചിട്ടികൾ എപ്പോഴും നല്ലത് തന്നെയാണ്. അത് എവിടെയെങ്കിലും പോയി പ്രൈവറ്റ് ബാങ്കിൽ കൂടി നശിപ്പിച്ച് കളയരുത്. സഹകരണ ബാങ്കുകളിലോ അതുപോലെയുള്ള നമുക്ക് വിശ്വസനീയമായ വ്യക്തികളിലോ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ, നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ വർഷങ്ങൾ പാരമ്പര്യമുള്ള ചിട്ടി കമ്പനികളല്ല വ്യക്തികൾ കാണും. ആ വ്യക്തികളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചിട്ടി കൂടി ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന പൈസ വാങ്ങിച്ച് FD ഇടാൻ ശ്രമിക്കുക. 100% ഗ്യാരണ്ടി. ഇനി ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചിട്ടി കൂടി നടക്കുന്നില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നിങ്ങളുടെ വരുമാനത്തിൻ്റെ വരവ് ചെലവ് കണക്കിനകത്ത് വരവിൻ്റെ 25% മാത്രം നിലനിർത്തിക്കൊണ്ട് ഒരു ലോൺ എടുക്കുക. ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാലയളവ് കൂട്ടിയിടുക. ബാങ്കിന് ഏറ്റവും സമയപരിധി കൊടുക്കുന്ന ലോൺ എടുക്കുക. ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ബാങ്ക് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ബാങ്കിനെ പോയി കണ്ടെത്തുക. കുറേ ബാങ്കിൽ കയറി ഇറക്കുക. അതിനകത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒക്കെ എത്തുന്നുണ്ട്, എങ്ങനെ ലോൺ എടുക്കണം എന്നൊരു വീഡിയോ എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ കുറച്ചുകൂടെ, അത് വാഹന ലോൺ എടുക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഈ ഭവന ലോണും അതുപോലെ തന്നെയാണ്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിംഗ് ഫീസ്, ഏറ്റവും കുറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ ചാർജ്, ഏറ്റവും നീണ്ട കാലാവധി, ഏറ്റവും കുറഞ്ഞ അടവും തരുന്ന രീതിയിലും നമ്മുടെ കയ്യിൽ കുറച്ച് പണം വന്നാൽ ആ പണം കൂടുതൽ കൊണ്ടേ അടച്ചാൽ ആ അടയ്ക്കുന്ന പണം മുതലിൽ കുറയും എന്ന് തോന്നുന്നു സമ്മതിക്കുകയും ചെയ്യുന്ന ബാങ്കുകളെ കണ്ടെത്തുക. അതല്ലാതെ നമ്മൾ അടയ്ക്കുന്ന മുഴുവൻ പണവും തന്നെ ലോണിലോട്ട് പോവുകയും പലിശയിലോട്ട് പോവുകയും ചെയ്യുന്നതായിരിക്കരുത്. നമ്മുടെ ഒരു 1 ലക്ഷം രൂപ വന്നാൽ അത് കയറ്റി അടച്ചാൽ നമ്മുടെ മുതൽ 1 ലക്ഷം രൂപ കുറയുന്ന അങ്ങനെയുള്ള ബാങ്കുകൾ ഇഷ്ടം പോലെയുണ്ട്. എവിടെയെങ്കിലും കയറി ഏതെങ്കിലും ബാങ്കിൽ പെടുത്താതെ 25%, അതായത് നമ്മുടെ വരുമാനത്തിന് 25% മാത്രം ലോൺ നിർത്തുന്ന രീതിയിൽ നിങ്ങൾ ലോൺ എടുത്താലും ഈ പറഞ്ഞ കാലയളവ് നീട്ടി വെച്ചാലും ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ള ബാങ്കുകളും ഒളിഞ്ഞും തെളിഞ്ഞും ഇരിക്കുന്ന ചതികൾ
പലിശകളില്ലാത്ത ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്താലും നിങ്ങൾക്ക് ഗുണകരമായ ഒരു ഭവനം പണിയാൻ സാധിക്കും. കൂടാതെ നമ്മൾ ലോൺ എടുത്ത് വീട് പണിയുന്നു, ആ സാഹചര്യത്തിൽ നമുക്ക് അതിൽ നിൽക്കുകയെന്ന് തോന്നുമ്പോൾ പലരും നമ്മളോട് പറയും, നീ വീട് പണി തുടങ്ങിക്കോ, വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ സഹായിക്കാം, സാമ്പത്തികമായിട്ട് സഹായിക്കാം, അല്ല കുറച്ച് പൈസ തരാം. ആ സംഭവം കേട്ടുകൊണ്ട് തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റാരുടെയും മറ്റുള്ളവരുടെ കയ്യിൽ അപ്പുറത്തെ വീട്ടിലെ പുല്ല് കണ്ടുകൊണ്ട് നമ്മൾ പശുവിനെ വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പൈസ കണ്ടുകൊണ്ട് നമ്മൾ ഭവനം വാങ്ങിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ആ ഭവനം നിർമ്മിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു കാരണവശാലും കിട്ടണം നിർബന്ധമില്ല. കാരണം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഭവനം ആ തരാമെന്ന് പറഞ്ഞ ആളുടെ ഭവനത്തെക്കാൾ വലുതോ അല്ലെങ്കിൽ സൗകര്യം കൂടുതലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുടന്ന ന്യായം പറഞ്ഞ് അദ്ദേഹം ആ പൈസ തരാതെ വരും. നമ്മുടെ പണി പകുതിയിൽ കെട്ടി നിന്ന് പോകും. ആ കൂടെ തന്നെ പറയാം, നമ്മൾ വീട് പണി ഏറ്റവും ഭവനം നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട് പണി തുടങ്ങുന്നതിന് കാലതാമസം എത്ര വേണം എടുക്കാം. അതായത് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തതിന് വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പണി സഡനായിട്ട് ചെയ്തു തീർക്കുക, അത് തട കെട്ടി കുറച്ച് അതിൻ്റെ ആ പീരീഡ് അല്ലാതെ നമ്മുടെ ഫണ്ടിൻ്റെ അനാസ്ഥ കൊണ്ട് വീട് പണി നിന്ന് കിടക്കാൻ ഇടവരുത്. അതിനാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക, അതിനുവേണ്ടി ഒരുങ്ങുക, കാലങ്ങളെടുക്കുക, വർഷങ്ങളെടുക്കുക, അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് സാമ്പത്തികം ഉണ്ടാകുന്നിടം വരെ നമ്മുടെ ബഡ്ജറ്റിനുള്ളാകുന്ന രീതി എടുക്കുക. അതല്ലെങ്കിൽ ഒരു വീട് പണിയാൻ വേണ്ടി നമ്മൾ പലർക്കും പറ്റുന്ന അബദ്ധമാണ്, ഏതെങ്കിലും രീതി എവിടെയും കുറച്ച് പൈസ കെട്ടി അവർ ഒരു തറ കെട്ടി അല്ലെ കുറേ കട്ട കെട്ടി ഒന്ന് വാർത്തിട്ടു, അവിടെ കൊണ്ട് പണി തീർന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പുനരുദ്ധാരണം. ഈ വീടിൻ്റെ പ്ലാൻ പോകും, ഫാഷൻ പോകും, സൗകര്യങ്ങൾ പോകും, കുറവായി തോന്നും. പിന്നെ നമുക്ക് അതിന് മുകളിൽ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ വരരുത്. നമ്മൾ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന വർഷങ്ങൾ എപ്പോഴും പഴയെടുക്കാം. നമ്മൾ വീട് പണിക്ക് വേണ്ടി 5, 10, 15 വർഷം കാത്തിരിക്കാം. പണി തുടങ്ങിയാൽ അത് തീരാന്നിടം വരെയുള്ള ഫണ്ടിനെ പറ്റി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. മറ്റൊരുത്തൻ്റെ കയ്യിലിരിക്കുന്ന പൈസ നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് പണി തുടങ്ങരുത്. ദുഃഖത്തിലും സങ്കടത്തിലും എത്തുള്ളൂ. കഴിവതും നമ്മൾ പണിയുന്ന വീട് ആഡംബര ഭവനം വേണോ സാധാരണ ഭവനം വേണോ, അത് ഒരു മിഡിൽ ക്ലാസ് ഭവനം വേണോ എന്നൊരു ധാരണ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ തീരുമാനിക്കുക. പല പ്രാവശ്യം നമ്മൾ വിശകലനം ചെയ്യുക, പല പ്രാവശ്യം ചിന്തിക്കുക, ഒരു ഏകോപനം ഉണ്ടാക്കുക. അറിയാവുന്ന വ്യക്തികളുമായിട്ട്, അതായത് വളരെ ഈ പ്ലാനിങ്ങിനെ പറ്റിയും സമ്പത്തിനെ പറ്റി ചെയ്ത് തീർക്കാവുന്ന എമൗണ്ടിനെ പറ്റി ധാരണകൾ ഉണ്ടാക്കുക. പണി തുടങ്ങിയ ശേഷം പലയിടത്തും വെച്ച് ഒഴിവാക്കാതിരിക്കുക. ആ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ വീട് പണി തുടങ്ങിക്കഴിഞ്ഞ് അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകാതിരിക്കുക. അന്ധവിശ്വാസമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തീർന്നിരിക്കുന്നത്. കാരണം നമ്മൾ വീട് പണി തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഒരാൾ പറയുന്നു അതിന് കക്കൂസിൻ്റെ ഇരിപ്പ് ശരിയല്ല, കന്യാകോണിലാണ് കിണറിരിക്കുന്നത്, അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഇരിപ്പ് ശരിയല്ല, വസ്തു ശരിയല്ല, കതക് ശരിയല്ല, കട്ടള ശരിയല്ല, അങ്ങനെ ശരിയല്ല, ഇങ്ങനെ ശരിയല്ല. ഇതൊന്നും നമ്മൾ കൂട്ടാക്കരുത്. അങ്ങനെ നമ്മൾ മനുഷ്യനായിട്ട് ജീവിച്ചേക്കുന്നതാണ്. അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോയാൽ നമ്മുടെ വീട് പണി തുടങ്ങിയത്തോളം തന്നെ പല കാര്യം. ഈ അന്ധവിശ്വാസം വരുന്നതിന് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഈ പൈസ ഇല്ലാതെ വരുമ്പോഴാണ്. നമ്മുടെ ഈ സാമ്പത്തികം ഇവിടെ ഈ ഭവന പണിക്കകത്ത് വരുമ്പോൾ നമ്മുടെ സാമ്പത്തികം ഇവിടെ ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് അതെന്തുകൊണ്ട് തീർന്നില്ല എന്നുള്ള സാമ്പത്തികമാണ് പ്രശ്നമായിട്ട് കാണുന്നത്. അതിന് പകരമായിട്ട് കാണുന്ന കാര്യം. അതുകൊണ്ട് കുറേ പേര് പിന്നെയും കാശുകാരാകുള്ളൂ. നമ്മൾ പണിത കക്കൂസോ നമ്മൾ ഉണ്ടാക്കിയ കിണറുകളോ മൂടുകയോ അല്ലെ പൊളിച്ചു മാറ്റുകയോ അല്ലെ കട്ടറുകൾ മാറ്റി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുകയും നമ്മുടെ ബാധ്യത വരികയും നമ്മൾക്ക് ഈ പണി പൂർത്തിയാക്കാൻ പറ്റാതെ വരികയും. അതുകൊണ്ട് തുടങ്ങുന്ന കാലം തൊട്ടേ പ്ലാൻ ചെയ്യുക. നമ്മൾ പ്ലാനിങ്ങിൻ്റെ സമയത്ത് എന്ത് മാറ്റങ്ങളും വരുത്താം. ഏത് രീതിയിൽ വീടിൻ്റെ ഇരിക്കുന്ന മാറ്റാം, 2 നില 1 നിലയാക്കാം, 1 നിലയുടെ ഷേപ്പ് മാറ്റാം, മുറികളുടെ വിസ്താരം കൂട്ടാം, ബാത്റൂമിൻ്റെ ഷേപ്പ് മാറ്റാം, കിണറിൻ്റെ സ്ഥലം മാറ്റാം, മിറ്റം മാറ്റാം, കതക് മാറ്റാം, ജനൽ മാറ്റാം, എല്ലാം മാറ്റാം. അതെല്ലാം പ്ലാനിൻ്റെ അകത്തായിരിക്കണം. വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് ദേവേന്ദ്രൻ പറഞ്ഞാലും നമ്മൾ അതിൽ പിന്നോട്ട് പോകരുത്. നമുക്ക് എന്ത് പ്രതികൂലം ഉണ്ടെങ്കിലും അത് നമ്മുടെ പ്രതികൂലമായിട്ട് കണ്ടുകൊണ്ട് തന്നെ വീട് പണി നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിർത്തുക. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. ഇനി നിങ്ങളൊരു വിശ്വാസിയാണെന്നിരിക്കട്ടെ, വിശ്വാസിയാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. വിശ്വാസി എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്ധവിശ്വാസിയും മതവിശ്വാസിയും അല്ലാത്ത വിശ്വാസികളും ഉണ്ടാവുമല്ലോ. വിശ്വാസികൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആരെയാണോ വിശ്വസിക്കുന്നത്, ഏത് വ്യക്തിയാണോ വിശ്വസിക്കുന്നത്, ആ ഏത് വ്യക്തി പറഞ്ഞാലാണോ ശരിയെങ്കിൽ ആ വ്യക്തിയോട് പോയി ആദ്യമേ തന്നെ ഈ കാര്യത്തെ പറ്റി, അതായത് നമ്മുടെ പ്ലാൻ കൊണ്ടേ കാണിച്ചു കൊടുക്കുക. നമ്മുടെ പ്ലാൻ കൊണ്ടേ കാണിച്ചാൽ ഇങ്ങനെ ഭവനം വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, ഇതിനകത്ത് ഇതെല്ലാം ശരിയാണോ, ഇത് കൃത്യമാണോ, ഈ സ്ഥലം ശരിയാണോ, അദ്ദേഹത്തെ ആ സ്ഥലം കൊണ്ടേ കാണിക്കുക, അദ്ദേഹത്തോട് മറുപടികൾ ചോദിക്കുക. അങ്ങനെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിനെ ആ വിശ്വസിക്കുന്ന ആരെയാണോ അയാളുടെ മറുപടി കേട്ട് അയാൾക്ക് ഒരു മാറ്റങ്ങളും ഇല്ലാത്ത ചേഞ്ച് ഇല്ലാത്ത രീതി അയാളുടെ പ്ലാനോട് സംയോജിപ്പിച്ച് ചെയ്തേക്കുക. പിന്നെ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു കേൾക്കാതെയാന്ന് പറയുകയല്ലോ. അതല്ലാതെ നമ്മൾ പണിത ശേഷം പൊളിക്കാൻ നിൽക്കരുത്, അത് നഷ്ടമായി. ഇവിടെ ഞാൻ പറയുകയാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പറ്റുമെങ്കിൽ മതവിശ്വാസികളൊന്നും നമ്മുടെ പറമ്പിനകത്ത് പോലും കയറ്റാതിരിക്കുക.
അവരൊക്കെ ഇത് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന ബോധ്യമുണ്ടാക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അവർ അവരുടെ ജീവിതമാർഗമായിട്ട് കാണുന്ന ഇതാണ്. അപ്പം നമ്മളെ സംരക്ഷിക്കാനല്ല അവർ നമ്മുടെ ഒരു വസ്തുവിൻ്റെ അകത്ത് വന്ന് സ്ഥാനത്തിൻ്റെ കുറ്റങ്ങളോ മാർഗത്തിൻ്റെ കുറ്റം പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും പൈസ അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാകും. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ പെരയിടത്തിൽ കയറ്റാതിരിക്കുക. അതല്ലെങ്കിൽ നമ്മൾ വീരതാമസ സമയത്തെല്ലാം വിളിക്കുക എന്നുള്ളതല്ലാതെ ഇതിന് മുമ്പ് വിളിച്ചൊരു വയ്യാവേലി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ല. പിന്നെ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടത്തിൽ അവരെ കൊണ്ടുവരുന്നതാണ്, നിങ്ങൾ ചെയ്തുകൊള്ളുക. ഇനി വീട് പണിയാൻ പ്ലാൻ ആയിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ വസ്തുവിൽ ചെയ്യേണ്ടത് ഒരു വെള്ളത്തിനുള്ള സോഴ്സ് കണ്ടെത്തുക. അത് കുഴൽക്കിണറാകാം, കിണറാകാം, ബാക്കി എന്തെങ്കിലും സമയം പൈപ്പ് ലൈൻ ആയിരിക്കാം. ഇത് ആദ്യം ചെയ്യുക. ആദ്യം ആ കാര്യം വെള്ളത്തിൻ്റെയും ആദ്യത്തെ ഘടകം കഴിഞ്ഞാൽ രണ്ടാമത് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വൈദ്യുതിയാണ്. വൈദ്യുതി നമ്മുടെ ഭവനത്തിൽ അല്ല വസ്തുവിലേക്ക് വരുന്ന രീതിയിൽ അതും ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ വീട് പണിയുടെ പ്ലാൻ പൂർത്തീകരിച്ച് വീട് പണി ഏതെങ്കിലും കോൺട്രാക്ടർക്ക് കൊടുക്കാവുള്ളൂ. കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ അഭിപ്രായത്തിൽ ലേബർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. ലേബർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വിശദീകരിച്ച് പറഞ്ഞുതരാം. ലേബർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ലേബറിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ. അതിന് എനിക്ക് പണിത സമയത്തൊക്കെ ഇപ്പോഴൊക്കെ എത്ര ഉള്ളതെന്ന് തോന്നുന്നു, 300-320 രൂപ റേഞ്ചിൽ, അല്ലെങ്കിൽ 280 രൂപ തൊട്ട് 350 രൂപ വരെയുള്ള റേഞ്ചിൻ്റെ അകത്ത് നല്ല പണിക്കാരെ കിട്ടും. അവർക്ക് സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ ആ സാധനങ്ങൾ ഇറക്കി കൊടുക്കുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഗുണനിലവാരമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഈ പണിക്കാർ പറ്റിക്കത്തില്ല. കാരണം അവർ ലേബർ കോൺട്രാക്ട്, അവർ മുറുക്കാനോ തുപ്പാനോ അല്ലെങ്കിൽ ഇങ്ങോട്ടേലും പോയാലോ നമുക്ക് പ്രശ്നമില്ല. അവർ സ്ക്വയർ ഫീറ്റ് പണി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ കൂടെ നിൽക്കുക, നമ്മൾ കൊടുത്ത മെറ്റീരിയൽ ഇട്ട് പണിയുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ നമ്മുടെ സാമഗ്രികളെല്ലാം ശ്രദ്ധിക്കുക എന്ന് ഒഴിച്ചാൽ ലേബർ കോൺട്രാക്റ്റാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഏറ്റവും ഗുണവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തീർക്കാൻ പറ്റും, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ലേബർ കോൺട്രാക്ടിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സമയപരിധി വെച്ച് കഴിഞ്ഞാൽ സമയപരിധിക്കകത്ത് നമുക്ക് പണി തീർത്ത് തരും. അവർക്കൊരു ഏത് പണി നമ്മൾ കൊടുത്താലും, ഏത് വീടിനെ സംബന്ധിച്ച് ഏത് പണി കൊടുത്താലും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക എന്നുള്ള നിർബന്ധമാണ്. എഗ്രിമെൻറ്റിൽ വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ നോക്കി നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരാളെ അതിന് ശമ്പളം വെച്ചോ അല്ലെങ്കിൽ കൂലി കൊടുത്തുകൊണ്ടോ അവരെ ഈ വർക്കുകൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ, അതായത് ലേബർ കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടോ എന്ന് വരുത്താൻ ഒരാളെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരാളെ നിർത്തുക. അതുകൊണ്ടുള്ള ഗുണം അയാൾക്ക് കൊടുക്കുന്ന ശമ്പളത്തേക്കലപ്പുറം മെറ്റീരിയൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി, സാധനങ്ങൾ വാങ്ങിയതിനെ പറ്റി നമ്മളാളെ വാങ്ങിക്കുന്നത് അത് പണിക്കാർ പണിയുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ കൂടെ പറയുന്നു, നിങ്ങൾക്ക് ഉടമ്പടിയായിട്ടോ ഫുൾ വർക്കായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ടച്ചായിട്ട് കൊടുത്താൽ ടച്ച് പണി ചെയ്യിക്കാം, ടച്ച് പണിയോ ഉടമ്പടിയോ ലേബർ കോൺട്രാക്ട് കൊടുത്താലുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഉടമ്പടി ഉണ്ടാക്കാം. ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അതിൽ A to Z കാര്യങ്ങൾ എഴുതി ചേർക്കാൻ പറ്റുക. അതൊരു 200 രൂപ തൊട്ടേ മുകളിലോട്ടുള്ള സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വെക്കുക. ഈ ചെയ്യുന്ന കോൺട്രാക്ടർ ആരാണോ വർക്ക് നമ്മുടെ പിടിച്ച് ചെയ്യുന്നയാൾ, അയാളുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ ആ എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഓരോ പീരീഡിനകത്ത് കൊടുക്കുന്ന പൈസയെ പറ്റി എഴുതി വെക്കുക. അതായത് തറപ്പണി കഴിയുമ്പം, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ഒരു തുക ഇത്രയെന്നും, കട്ടള വരെയുള്ള ഭാഗങ്ങൾ ഇത്രയെന്നും, അത് ലിൻഡൽ വർക്കിന് ഇത്രയെന്നും, വാർക്കയ്ക്ക് ശേഷം ഇത്രയെന്നും, തേപ്പിന് ശേഷം ഇത്രയെന്നും, ഫുൾ വർക്ക് തീരുമ്പോൾ ഇത്രയെന്നും പറയുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കുക. പരസ്പര സമ്മതത്തോടു കൂടി അത് എഗ്രിമെൻറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് വയറിങ്, പ്ലംബിങ്, സീലിങ്, ബാക്കി എല്ലാ വർക്കുകൾക്കും ഇതുപോലെ ഉടമ്പടി ഉണ്ടാകുക. അതിനോട് പ്ലാൻ ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെ വെച്ച് നമ്മൾ പണി തുടങ്ങി കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടർ വിട്ടുപോയി പറ്റുകയില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ആർക്കാണോ കോൺട്രാക്ടർ കൊടുക്കുന്ന കോൺട്രാക്ടർ ഏറ്റവും അടുത്ത് ലാസ്റ്റ് ചെയ്തിരിക്കുന്ന കുറഞ്ഞത് 5 വർക്കുകളിലും 5 തൊട്ട് 10 വർക്കുകളിലും അയാളുടെ കൂടെ പോയി തന്നെ കാണുക. കണ്ട ആ വീടിനെ പറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ആ വീടിനെ ഇഷ്ടപ്പെട്ട ശേഷം നമ്മൾ ഒറ്റയ്ക്ക് ആ ഭവനങ്ങളിൽ പോവുക. ആ വസ്തുവിൻ്റെ ഉടമസ്ഥരോട് ചോദിക്കുക, ഈ കോൺട്രാക്ടർ എങ്ങനെയുണ്ട്, ഇയാൾ നല്ല വർക്കാണോ ചെയ്തത്, ഇയാൾ ഗുണകരമായിട്ട് ചെയ്തോ, നമുക്ക് കൊള്ളാവുന്നവനാണോ എന്ന് മനസ്സിലാക്കി, ഇയാൾ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകുന്നവനാണോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ചതിക്കുന്നവനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഉള്ളൂ ഈ കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കാവുള്ളൂ. ഈ കോൺട്രാക്ടർ ചെയ്ത വർക്കുകൾ എപ്പോഴും നല്ലതാണെന്ന് ബോധ്യപ്പെട്ടിട്ടേ കോൺട്രാക്ടർ കൊടുക്കാവുള്ളൂ. അതായത് ഏറ്റവും കുറഞ്ഞത് 5 ലാസ്റ്റ് വർക്കുകളിൽ കണ്ടിട്ട് വർക്ക് കൊടുക്കുക. കോൺട്രാക്ടർക്ക് നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ തന്നെ കൊടുക്കുന്ന വർക്ക് ലേബർ കോൺട്രാക്ടിന് കൊടുക്കുന്ന ഫുൾ വർക്ക് കൊടുത്താനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫുൾ വർക്ക് കൊടുക്കുന്ന കോൺട്രാക്ടർമാരെല്ലാം തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ വർക്ക് കിട്ടുന്നതിന് മുമ്പ് അയാളുടെ മുഴുപ്പും നന്മകളും അയാളുടെ ഏറ്റവും കാര്യക്ഷമതകളും സത്യസന്ധതയൊക്കെ പറയും. അയാൾ പണി തുടങ്ങി അയാൾക്ക് വർക്ക് കൊടുത്ത് ഫുൾ വർക്ക് കൊടുത്തെങ്കിൽ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ ഇട്ട് ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ച് എത്ര പെട്ടെന്ന് തീർക്കാം, നമ്മുടെ കണ്ണിൽ പൊടിവാരിയിട്ട് നമ്മുടെ ഭവനം
വർഷങ്ങൾക്കുള്ളിൽ തന്നെ പൊടിഞ്ഞു വീഴുന്ന രീതിയിലൂടെ ആക്കി തീർക്കും. അത് നല്ലൊരു ശതമാനം കോൺട്രാക്ടർ അങ്ങനെയാണ്. എല്ലാവരെയും അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും നല്ലൊരു ശതമാനം ഒരു വർക്ക് കിട്ടിയാൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൺട്രാക്ടറുടെ ചിന്താഗതി. അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ്റെ ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇതുകൂടെ തീർക്കേണ്ടതുള്ളതുകൊണ്ട് അവൻ എത്രയും ലാഭത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം പൈസ വാങ്ങിച്ചെടുക്കുക, ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി ഇട്ട് സാധനം പണിയാൻ ശ്രമിക്കും. അതുകൊണ്ട് ഫുൾ വർക്ക് കൊടുക്കുന്നതിന് നല്ലത് ലേബർ കോൺട്രാക്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തച്ചിന് ചെയ്യിച്ചാൽ സാരില്ല, തച്ചിന് ചെയ്യുമ്പോഴും നമ്മൾ കൂടെ നിൽക്കണം. തച്ചിന് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തച്ചുകാരൻ, അതായത് ദിവസക്കൂലിക്ക് ചെയ്യുന്നവനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പുറകെ നിൽക്കേണ്ട വരും. അവൻ മുറുക്കാൻ പോകുമ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, തുപ്പാൻ പോകുമ്പോഴും കാപ്പി പിടിക്കാൻ പോകുന്നു, അതൊക്കെ സമയം പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അതിലും നല്ലതാണ് നമ്മൾ ലേബർ കോൺട്രാക്ട് കൊടുത്തതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞു കൊടുത്താൽ ആ സ്ക്വയർ ഫീറ്റിന് പൈസ ആവത്തുള്ളൂ. നമുക്ക് പണി തീരുന്നതിന് അളവ് നമ്മൾ അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അല്ലെ അളവ് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറെ കൊണ്ടോ ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന ആളിനെ കൊണ്ടോ അളന്ന് തിട്ടപ്പെടുത്തി അതിന് സ്ക്വയർ ഫീറ്റിന് പൈസ കൊടുത്താൽ മതിയാവും. അതാണ് നല്ലത്. ഫുൾ വർക്ക് കൊടുക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഫുൾ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മെറ്റീരിയൽ ഇട്ട് പണിയുന്ന കോൺട്രാക്ടർമാർ വളരെ കുറവാണ്. എല്ലാവരും സമ്പന്നരാകാൻ വേണ്ടിയിട്ട് അവർ ചെറിയ സാധനം ഇടും. അവർക്ക് നമ്മളോട് ഒരു പ്രതിബദ്ധതയില്ല, വീട് തീരുന്നതോടെ നമ്മളോട് ബന്ധം തീരും. അതുകൊണ്ട് ലേബർ കോൺട്രാക്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ തച്ചിൻ്റെ ദൂഷ്യവശങ്ങളോട് പറയാം. തച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തച്ച് ദിവസക്കൂലിക്കാണ് ആൾക്കാരെ വിളിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളിയെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പണിമിടുക്കുകൾ അവൻ നമ്മളെ പറഞ്ഞ സമയം കളയും. അവൻ്റെ മുറുക്ക്, വീടിവലി, അവൻ്റെ ഭക്ഷണ സമയം, അവൻ്റേതായ വളരെ പൊങ്ങച്ച കാര്യങ്ങൾ, അവൻ ചെയ്ത നേരത്തെയുള്ള വർക്കുകളുടെ ഗുണനിലവാരങ്ങൾ, അവൻ തന്നെ സത്യസന്ധനാണെന്നും അവൻ തന്നെ പുകഴ്ത്തലും സ്വയം പുകഴ്ത്തലും, അവന് മറ്റു വീടുകൾ പണിതമ്പോൾ കിട്ടിയ പാരിതോഷികങ്ങളും, അവൻ കഴിഞ്ഞിട്ട് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരുള്ളതും എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു വെക്കും. സംസാരിക്കാനായിരിക്കും കൂടുതൽ സമയം നിൽക്കുന്നത്. ഈ തച്ചുംപുറത്ത് നിൽക്കുമ്പോൾ പണി കുറവായിരിക്കും. എന്നിട്ട് അവൻ ഒറിജിനൽ വർക്ക് ഇവിടെ നടക്കുന്ന ആൾക്കാരെല്ലാം മോശക്കാരും. അവൻ്റെ ഏത് വർക്കാണല്ലോ, അത് കാർപ്പൻട്രി ആണെങ്കിലും കട്ടകെട്ടാണെങ്കിലും വീട് പണിയിട്ട് മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അവൻ ഈ തച്ചിൻ നിൽക്കുമ്പം അവൻ ഒരുപാട് കാര്യം നമ്മൾക്ക് സമ്പാദിക്കാൻ കാണും. അമ്മനോട് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ഈ സമയം പോകുന്ന അറിയുകയില്ല. അവൻ അതുപോലെ ലോകകാര്യങ്ങൾ എന്ത് കിട്ടിയാലും മതിയാകാതെ വരുന്നൊരവസ്ഥയാണ് തച്ചുകാർക്ക്. അവർ ചെയ്തതെല്ലാം കൂടുതലും നമ്മൾ കൊടുക്കുന്ന തുകയും കൂലിയും അല്ല പാരിതോഷികങ്ങളെല്ലാം കുറവാണെന്നോ അതിനേക്കാൾ വലിയത് കിട്ടിയായിട്ട് പറയും. പിന്നെ ഏറ്റവും വലിയ സങ്കടകരമായ മലയാളി തച്ചിന് വരുന്ന പണിക്കാരാണ്. എല്ലാവരും കുറ്റപ്പെടുന്നില്ല, ഒരു ബഹുഭൂരിപക്ഷവും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ടോട്ടൽ ബീവറേജിന് അടിമയായിരിക്കും. അതിൻ്റെ ക്ഷീണത്തിലൊക്കെ ആയിരിക്കും. ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തി പറയുകയല്ല, എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യമാണ് പറയുന്നത്. അത് മുഴുവൻ പേർക്കും അങ്ങനെയാണെന്ന്. അവർ വെള്ളിയും ശനിയും ഞായറും ആഘോഷങ്ങളുടെ പുറകെ പോകും. ശനിയും ഞായറും തിങ്കളും അവർ വരത്തില്ല. ചൊവ്വാഴ്ച വളരെ ക്ഷീണത്തോടെ അലസ്യതയോടെ വരും. വലിയ പണിയാനുള്ള ശക്തിയൊന്നും കാണുകയില്ല. ജസ്റ്റ് എന്തോ വന്ന് കാട്ടിക്കൂട്ടി ചൊവ്വാഴ്ചകളെ തീർക്കും. ഇന്ന് കുറച്ച് ദിവസങ്ങളെ പണിയാനുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ മലയാളിയെ ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല. മലയാളം നല്ല പണിക്കാർ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഇത് കാണുന്നവരെന്നെ കുറ്റപ്പെടുത്തരുത്. നല്ല പണിക്കാർ പരിധി വരെ ബംഗാളിയെ ഇങ്ങനെയുള്ള കൊടുക്കുവാണ്. തച്ചുംപുറത്തൊക്കെ വേണം ബംഗാളിയെ പെടുത്താം. നമുക്ക് ദേഷ്യപ്പെടാം, അവൻ്റെ പുറകെ നിൽക്കാൻ ഒക്കെ പറയാം. മലയാളിയോട് ഒരു ദേഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അന്നാ പണിയിട്ടിട്ട് പോകും. പിന്നെ ആ ഭാഗത്തേക്ക് വരികയില്ല. ഞാനിതെല്ലാം പറയുന്ന കുറ്റങ്ങളല്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ നിങ്ങൾക്ക് ഗുണകരമായ രീതി തച്ചിന് കൊടുക്കുന്നേക്കാളും ഫുൾ വർക്ക് കൊടുക്കുന്നേക്കാളും സ്ക്വയർ ഫീറ്റിന് ലേബർ കോൺട്രാക്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാൻ ഉദ്ദേശിച്ചാണ്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. ഇനി വീട് പണി തുടങ്ങിയാൽ ഒരു അത്ഭുതകരമായ കാര്യം പറയാം. വീട് പണി തുടങ്ങി നമ്മുടെ ഫൗണ്ടേഷനും ഭിത്തികെട്ടലും ലിൻഡൽ വർക്കും വാർക്ക വരെ വളരെ പെട്ടെന്ന് നടക്കും. വളരെ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ കൊണ്ടുവന്നാൽ വളരെ നമ്മുടെ ഫുൾ ബഡ്ജറ്റിൻ്റെ അകത്ത് ചിന്തിക്കുമ്പം നമ്മൾക്ക് തന്നെ അത്ഭുതമായി പോകും. ഇത്ര പെട്ടെന്ന് ഈ ഫൗണ്ടേഷനും ഭിത്തികെട്ടലും വാർക്കയും അതായത് നനയാത്ത രീതിയിൽ വീടിൻ്റെ മേൽക്കൂരയുടെ വരെ പണി തീരും എന്ന് വിചാരിച്ച് നമ്മുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ 20% ഈ പറഞ്ഞ പണികളെല്ലാം തീരും. അത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ആ അത്ഭുതപ്പെടുത്തൽ ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരാം. കാരണം ഇത് വളരെ കുറച്ച് പൈസയ്ക്ക് തീർന്നല്ലോ എന്ന് വിചാരിച്ച് കുറച്ചുകൂടെ ആഡംബരമായേക്കാൻ നിശ്ചയിച്ചാൽ പാളി. നമ്മുടെ ഏറ്റവും വലിയ അതായത് വീട് പണിയുടെ ചെലവുകൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ മേൽക്കൂരയുടെ ഭാഗം തന്നെ വാർക്ക എന്നുള്ള കൺസെപ്റ്റ്. വാർക്കയോ ഓടോ ഏതാണ് പണിയുന്നത് ആ പണിയുന്ന രീതിയിൽ വന്നതിന് ശേഷമാണ്. അതായത് പ്ലംബിംഗ് വർക്കുകൾ, വയറിംഗ് വർക്കുകൾ, സീലിംഗ് വർക്കുകൾ, ബാത്റൂം വർക്കുകൾ, കിച്ചൺ ഫിറ്റിങ്സ്, അങ്ങനെ ടൈൽ വർക്കുകൾ, ഫ്ലോർ വർക്കുകൾ, ജനലിൻ്റെ പണികൾ, കതകിൻ്റെ പണികൾ, അങ്ങനെ തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ വലിയ എമൗണ്ടുകൾ വാരി വലിച്ചെറിയേണ്ട പണികളെല്ലാം കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പുതിയതായിട്ട് വീട് പണിയുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ തുടക്കം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജാവ പവർഫുള്ളാന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തറകെട്ടലും ഭിത്തികെട്ടലും വാർക്ക വരെ പെട്ടെന്ന് തീരും. ശേഷിക്കുന്ന വലിയ പൈസയുടെ പണികളെല്ലാം തന്നെ ഈ 25% ശേഷം വരുന്ന കാലയളവിലാണ്. അത് മനസ്സിലാക്കാതെ നമ്മളിപ്പോൾ വാർക്ക കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് പ്ലാനിൽ കുറച്ചുകൂടിയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
വലിയ ബാധ്യതയിലേക്ക് പോകും. ഈ വാർക്ക വരെ തീർന്ന ശേഷം നമ്മളും അത്ഭുതപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ കൂടെ ചുറ്റും നമ്മൾ നിൽക്കുന്ന നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ നമ്മളോട് പറയും, ഇത് വളരെ പെട്ടെന്ന് തീർന്നല്ലോ, നമുക്ക് കുറച്ച് മാറ്റം വരുത്താം, നമുക്ക് ആഡംബര സാധനങ്ങളെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ പല പല മാറ്റങ്ങൾ വരുത്തും. നമ്മൾ എല്ലാ സാധനങ്ങളും ബ്രാൻഡഡിലോട്ട് മാറാൻ ശ്രമിക്കും. നമ്മൾ ഈ ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം വാങ്ങി കൂട്ടി വരുമ്പം വലിയൊരു ബാധ്യത വരെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും വീട് പണിത ശേഷം വരുന്ന ബാധ്യതകളെല്ലാം ഈ വാർക്കയ്ക്ക് ശേഷം നമ്മൾ എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിക്കുമ്പം ആഡംബര വസ്തുവിലേക്ക് ഇപ്പം ടൈലിടാൻ ഉദ്ദേശിക്കുന്നവർ ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇരട്ടി പൈസയായി. അതുപോലെ ഒരു സാധാ ക്ലോസറ്റ് വെക്കാൻ യൂറോപ്യൻ ക്ലോസറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇലക്ട്രിക് സാധനങ്ങളെല്ലാം തന്നെ ബ്രാൻഡഡിലോട്ട് മാറുമ്പോൾ ബാധ്യമാകും. ഈ സങ്കടം വരുമ്പോൾ നമ്മൾ മാത്രമേ കാണുള്ളൂ, ഒരുപാട് പേര് ഉപദേശിക്കാൻ കാണും. നമ്മുടെ ആശയത്തിൽ ആരാണോ ഭവനം പണിയുന്നത് അവരുടെ ആശയത്തിൽ മാത്രം നിൽക്കാൻ ശ്രമിക്കുക. പുറമേ പറയുന്ന ആൾക്കാരൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കാണുകയില്ല, നമ്മുടെ പ്രശ്നങ്ങളിൽ കാണുകയില്ല. അന്നേരം അവർ ചിരിക്കാനും നമ്മളെ ആരാണോ പണിയെടുത്ത് അവരെ കുറ്റപ്പെടുത്താനേ കാണുള്ളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ, നിങ്ങളോട് ഞാൻ ചോദിച്ചാലും എന്നൊക്കെ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും കുറ്റപ്പെടുത്തുള്ളൂ. ഭവനം നമുക്ക് സന്തോഷിച്ച് ജീവിക്കാനുള്ളതാണ്. ഈ ഭവനത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ ബാധ്യതകൾ കഴിവതും ഒഴിവാക്കുക. ബാധ്യതകൾ ഒഴിവാക്കുന്നതോടുകൂടെ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലയളവ് 5, 10, 15 കൊല്ലം നിങ്ങൾ എടുത്തോളൂ. എടുക്കുന്ന സമയത്ത് വീട് പണിയെ പറ്റിയുള്ള മുഴുവൻ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഒരുപാട് നല്ല വീഡിയോ ഞാൻ ഇതിൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്ത് വേണ്ടപ്പെട്ടവരിലൊക്കെ എത്തിക്കുക. ഇതുകൊണ്ടൊന്നും ചിലവുകൾ തീരുന്നെന്ന് വിചാരിക്കരുത്. ഹൗസ് വാമിങ് വരുന്നുണ്ട്, അതുപോലെ വാഹനം വാങ്ങിക്കണം, അതുപോലെ ഈ പുതിയ വീട്ടിലോട്ട് ഒരുപാട് സാധനങ്ങൾ, സെറ്റി, കട്ടില്, അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ചിലവുകൾ വീട് പണിയുന്ന ആൾക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സമാധാനപരമായ വീട് പണിത് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു പ്ലാനിങ് ഉണ്ടാകുക. നിങ്ങൾക്ക് നല്ലൊരു ഭവനം പണിയാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ല ഭവനം ആഗ്രഹിക്കുന്ന, ഈ ലോകത്തെല്ലാം ജീവിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു സ്വപ്ന ഭവനം. നിങ്ങൾക്കും അത് ആകാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഗുണപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ.